ഇത് വാളംപുളി. വാളംപുളി ഇപ്പോഴുള്ള പിള്ളേരൊന്നും ചിലപ്പോൾ പുളി കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഈ പുളി ഇങ്ങനെ വലുതൊക്കെ ഉണ്ട്, ഇതിപ്പോൾ ചെറുതാണെന്നുള്ളൂ. ഈ വാളംപുളീനെ നമ്മൾ ഇതുപോലെ തൊണ്ട് പൊളിച്ച് കളയണം. പൊളിച്ച് കളഞ്ഞ് കായ കുത്തി കളഞ്ഞ് വെക്കണതുണ്ട്. കായ കുത്തി കളഞ്ഞ് നന്നായിട്ട് ഉണക്കി ഉപ്പിട്ട് വെക്കണം. ഈ കായ ഇതിനകത്തുനിന്ന് കുത്തി കളയാതെ കൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട് ഉണക്കി ഉപ്പിട്ട് വെച്ചാലും ഇത് ഒന്നും കുത്തി പോവില്ല. അതിൻ്റെ അകത്തെ കായ ഒന്നും കുത്തി പോവില്ല. ഒരു കേടും വരാതെ എന്തോരം നാൾ വേണമെങ്കിലും ഇരുന്നോളും. കായ കുത്തണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ മുളക് ഇട്ട് മീൻ, ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൈകൊണ്ട് തിരുമ്മും മുളകിട്ടിട്ട്. അപ്പോൾ അങ്ങനെ മുളകിട്ട് കൈ കൊണ്ട് തിരുമ്മി കഴിയുമ്പോൾ നമുക്ക് കൈ പുകയും. ചിലർക്ക് പുകഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മാറൂല, അതുപോലെ പുകച്ചലായിരിക്കും. അങ്ങനെ നമ്മൾ പുകച്ചൽ വരുമ്പോൾ ഈ വാളംപുളീനെ ഇതുപോലെ കുഴയ്ക്കണം. കയ്യിലിട്ടിങ്ങനെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് കൈയുടെ അകത്തും പുറത്തും എവിടെയാണ് നമുക്ക് പുകയണേന്ന് വെച്ചാൽ ആ പുകയണോടത്തിൽ ഈ പുളി തേച്ച് ഒരു 5-10 മിനിറ്റ് നേരം നമ്മൾ വെച്ചും കൊണ്ടിരുന്നാൽ പിന്നെ ആ കൈയുടെ പുകച്ചൽ മാറും.